PM പ്രാഹത് എന്ന പദ്ധതി, കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി. അത് ഇതുവരെ നടപ്പാക്കാതിരിക്കുക. ആ പദ്ധതി എന്താന്ന് പറഞ്ഞാൽ, ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ, ജീവൻ അപായമുള്ള ആക്സിഡന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ജീവാപായം എന്ന് പറയുമ്പോൾ മരിച്ചതല്ല, ഇതിനുള്ള മരിക്കത്തക്ക തരത്തിലുള്ള ഒരു ആക്സിഡന്റ് ആണെങ്കിൽ അതിന് 1.5 ലക്ഷം രൂപ വരെ നമുക്ക് ഗവൺമെന്റിൽ നിന്നും കിട്ടുന്നുണ്ട്. പക്ഷെ അത് 24 മണിക്കൂറിനകത്ത് റിപ്പോർട്ട് ചെയ്ത് FIR ഇടണം. അത്ര സാരമല്ലാത്ത ആക്സിഡന്റ് ആണെങ്കിൽ, പരിക്കുകളോടുകൂടിയ ആക്സിഡന്റ് ആണെങ്കിൽ അത് 48 മണിക്കൂറിനകത്ത് റിപ്പോർട്ട് ചെയ്താൽ മതി. FIR ചെയ്യണം. അപ്പൊ ഇത് നമ്മുടെ ആശുപത്രികളിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. 24 മണിക്കൂറും ആക്സിഡന്റ് കേസ് വരും. അപ്പോൾ ഒരാളവിടെ ലാപ്ടോപ്പൊക്കെ വെച്ച് കൃത്യമായി ഈ പോലീസ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട് SHOമാരുമായി, സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ തരത്തിൽ ഇതിനെ അപ്ലോഡ് ചെയ്യണം. എന്തായാലും ഇപ്പോ ഒരു പൈലറ്റ് പ്രോജക്റ്റ് ഈ 50 ദിവസത്തിനകത്ത് നമ്മൾ നടപ്പാക്കി. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമുക്ക് അത് ചെയ്യാൻ കഴിഞ്ഞു, അത് ആരംഭിക്കാൻ സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രോഗിക്ക് ഈ കഴിഞ്ഞ ആഴ്ച പൈസ കിട്ടി. കൂടുതൽ ആശുപത്രികളിലേക്ക് അത് വികസിപ്പിക്കണം, സ്വകാര്യ ആശുപത്രികളിലേക്കും അത് വികസിപ്പിക്കാൻ കഴിയും. അതും ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുകയായിരുന്നു. അപ്പൊ ഇന്നത്തെ ഈ കോർഡിനേഷൻ കമ്മിറ്റി യോഗമാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു കോർഡിനേഷൻ കമ്മിറ്റി നമ്മളിപ്പോൾ രൂപീകരിച്ചിരിക്കുകയാണ്. ആ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ മിനിസ്റ്ററാണ്. ഒപ്പം തന്നെ സെക്രട്ടറിയാണ് അത് കൺവീൻ ചെയ്യുന്നത്. റോഡ് സേഫ്റ്റി കമ്മീഷണറുണ്ട്, ട്രാൻസ്പോർട്ട് കമ്മീഷണറുണ്ട്, KSRTCയുടെ MD ഉണ്ട്, അതുപോലെ മെട്രോപൊളിറ്റൻ സമിതിയുടെ CEO ഉണ്ട്. ഇവരെല്ലാം അടങ്ങുന്ന ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഇന്ന് ആദ്യത്തെ യോഗം ഈ കെട്ടിടത്തിൽ തന്നെ ചേർന്നു. ഈ വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും വിശദാംശങ്ങൾ, നിറ്റിഗ്രിറ്റി എന്ന് പറയുന്നത് പോലെ, അജണ്ട അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുക. ഫയൽ മൂവ്മെന്റിന് വേണ്ടി കണ്ടമാന സമയം കളയാതിരിക്കുക. നമ്മുടെ LSC വകുപ്പിലൊക്കെ ചെയ്യുന്നത് പോലെ എല്ലാ ആഴ്ചയും ഞങ്ങളിപ്പോൾ ഈ കമ്മിറ്റി കൂടാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. മറ്റൊരു കാര്യം നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ്, 50 ദിവസത്തെ കാര്യം എന്നുള്ള എനിക്ക് ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ, ഈ കോപ്പി എല്ലാവർക്കും തരുന്നുണ്ട്. വാഹന നികുതികൾ കുറച്ചതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഭിന്നശേഷിക്കാർക്കുള്ള വാഹന നികുതി ഇളവ് പരിധി 7 ലക്ഷത്തിൽ നിന്ന് 15 ലക്ഷമായിട്ട് ഉയർത്തി. അതുപോലെ തന്നെ PSCയുടെ ലിസ്റ്റിൽ നിന്ന് ഞങ്ങൾ 60 പേരെ നിയമിച്ചു. 60 പേരെ MVI, AMVI തസ്തികകളിൽ നിയമിച്ചു കഴിഞ്ഞു. ഭിന്നശേഷി പാസിന് 20,000 രൂപയിൽ നിന്ന് 50,000 രൂപയായിട്ട് നമ്മളതിൻ്റെ വരുമാന പരിധി ഉയർത്തി. കാരണം 2,000 രൂപ പെൻഷൻ കിട്ടുന്ന ആൾക്ക് 24,000 രൂപ വരുമാനം ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് ആർക്കും കിട്ടില്ല. അപ്പോൾ നമുക്ക് 50,000 അത് ഉയർത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ KSRTCയിലെ ഒരു നമ്പർ 149 നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷണാർത്ഥം വിളിക്കാവുന്നതാണ്. വിളിക്കുമ്പോൾ അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. പത്രമാധ്യമങ്ങൾ എന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്കൊരു സന്തോഷമുണ്ടോ. 24 hours 149 എന്നുള്ള നമ്പറിൽ വിളിച്ചാൽ അവിടെ ഒരു വളരെ സജീവമായൊരു കോൾ സെൻറ്റർ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കും അവരെയൊക്കെ ശിക്ഷണ നടപടികൾക്ക് വിധേയമാക്കുക മാത്രമല്ല, അവർക്ക് നല്ല പ്രോത്സാഹനം, സമ്മാനങ്ങളും എല്ലാം കൊടുക്കുക. ഓരോ 3 മാസം കൂടുന്തോറും ബെസ്റ്റ് ഡ്രൈവർ, ആ ഡിപ്പോയിൽ ഏറ്റവും നല്ല ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഡീസൽ സേവ് ചെയ്യുക, നല്ല രീതിയിൽ കേടുവരാതെ വണ്ടികൾ ഓടിക്കുക തുടങ്ങിയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ്. അതിനൊക്കെ ഒരുപാട് ഇൻഡിക്കേറ്ററുകൾ വരുന്നുണ്ട്. കണ്ടക്ടർമാരെടുക്കും എല്ലാം തന്നെ തൊഴിലാളികളെ വിശ്വാസത്തിലെടുക്കുക, തൊഴിലാളികളെ ശത്രുക്കളായിട്ട് കാണാതെ അവരാണല്ലോ ഇത് റൺ ചെയ്യുന്നത്, അക്ഷരാർത്ഥത്തിൽ അവരാണ് റൺ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അവരെ നമ്മുടെ കൂടെ നിർത്തുകയും അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു വലിയ ഒരു യജ്ഞം ആരംഭിക്കുകയാണ്. അത് ഞാൻ ഇന്നിവിടെ പ്രാഥമികമായിട്ട് അനൗൺസ്മെന്റ് ഇവിടെ നടത്തുകയാണ്. അത് മറ്റൊന്നുമല്ല, ഒരു റോഡ് സേഫ്റ്റി ക്യാമ്പയിൻ, നമ്മുടെ സാക്ഷരതാ ക്യാമ്പയിൻ പോലെ റോഡ് സുരക്ഷാ യജ്ഞം നമ്മൾ ആരംഭിക്കുക, റോഡ് സേഫ്റ്റി യജ്ഞം ആരംഭിക്കുകയാണ്.
അപ്പൊ അതുകൊണ്ട് അതിന് നമുക്ക് ഇനിയും നമുക്ക് കാണാം. മാധ്യമങ്ങളുടെ പിന്തുണ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. അതിൽ കുട്ടികളുടെ പങ്കാളിത്തം, NCC കാഡറ്റുകൾ, അതേപോലെ സ്റ്റുഡൻറ് പോലീസ്, നാഷണൽ സർവീസ് സ്കീം, സ്കൗട്ട്, ഗൈഡ് തുടങ്ങിയിട്ടുള്ള കുട്ടികളുടെ പങ്കാളിത്തമുണ്ട്. കുട്ടികളുടെ കരിക്കുലത്തിൽ, +2 വരെയുള്ള കുട്ടികളുടെ കരിക്കുലത്തിൽ ഇത് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു കരിക്കുലം തയ്യാറാക്കിയിട്ടുണ്ട്. അത് വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ചെറിയൊരു കാര്യമായിട്ട് തോന്നുമെങ്കിലും നമ്മുടെ സീബ്ര ലൈനുകൾ, കാൽനട യാത്രക്കാരുടെ സൗകര്യത്തിന് വേണ്ടി സീബ്ര ലൈനുകളുടെ വിഡ്ത്ത് ഡബിൾ ചെയ്യുകയാണ്. അതിനെയും കൂട്ടണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം സീബ്ര ലൈൻ ചില സ്ഥലത്തൊക്കെ 1.5 മീറ്ററേ ഉള്ളൂ. അപ്പോൾ ജീവനിൽ കൊതിയുള്ള ആരും ഈ സീബ്ര ലൈനിൽ കയറില്ല. അപ്പോൾ അത് 3 മീറ്ററും 6 മീറ്ററും ആയിട്ടൊക്കെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കിഴക്കേക്കോട്ടയിൽ മാത്രമാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തത്. നഗരത്തിൽ എല്ലായിടത്തും ഇനി വീതി കൂടിയ സീബ്ര ലൈനുകൾ വരയ്ക്കുകയും ആളുകളെ സീബ്ര ലൈനുകളിൽ കൂടെ ക്രോസ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും സീബ്ര ലൈനിലേക്ക് വണ്ടികൾ കയറി വരരുത് എന്ന ഒരു സന്ദേശം കൊടുക്കുകയും ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ 50 ദിവസം കൊണ്ട് നടന്ന പ്രധാന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി 100 ദിവസത്തെ പരിപാടിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. തിരുവനന്തപുരത്തിന് സന്തോഷകരമായ ഒരു കാര്യം, നമ്മുടെ വേളിയിൽ നിന്ന് കഠിനംകുളം വരെ പാർവതി പുത്തനാറിലൂടെ സിയാലിൻ്റെ ഒരു സൗരോർജ്ജ ബോട്ട് ആരംഭിക്കുകയാണ്. ഇന്നിപ്പോൾ അതിൻ്റെ സർവേ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓടിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എത്രയോ കാലത്തിന് ശേഷമാണ്. അതൊരു പാസഞ്ചർ ബോട്ടാണ്, അല്ലാതെ ടൂറിസ്റ്റുകൾക്ക് വാടകയ്ക്ക് എടുത്തിട്ടുള്ള ബോട്ടല്ല. എല്ലാ ദിവസവും പോയിക്കൊണ്ടിരിക്കും, ആളുണ്ടോ ഇല്ല എന്നുള്ളതല്ല. അപ്പം അതിന് നമ്മുടെ പാർവതി പുത്തനാറ് വീണ്ടും പതിറ്റാണ്ടുകൾക്ക് ശേഷം നമ്മളിപ്പോൾ ഒരു ഗതാഗതത്തിന് തുറന്നു കൊടുക്കുക. വാടകയ്ക്ക് എടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ചെറിയ പൈസയ്ക്ക് അതിൽ യാത്ര ചെയ്യാം. ഇപ്പം അതിന് യാത്രാ സൗകര്യം എന്നതിനേക്കാൾ കൂടുതൽ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിരിക്കും കൂടുതൽ. കഠിനംകുളം കായലിൽ ചെന്ന് കറങ്ങി തിരിച്ച് അതേ സ്പോട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ ഇന്ന് പത്രസമ്മേളനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. റാഹത്ത്, അതായത് ഒരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ ഇന്നിപ്പോ MACT ക്ലെയിം അല്ലേ ഉള്ളത്. അത് വളരെയധികം സമയമെടുത്ത് കിട്ടുന്ന ഒരു കാര്യമാണല്ലോ. ഇപ്പൊ മരിക്കാതെ വളരെ വലിയ പരിക്ക് പറ്റിയ ഒരാള്, അല്ലെങ്കിൽ ചെറിയ പരിക്ക് പറ്റിയ ഒരാൾക്ക് ട്രീറ്റ്മെന്റിന് പൈസ വേണ്ടേ? ആ ട്രീറ്റ്മെന്റിന് 1.5 ലക്ഷം രൂപ വരെ ഒരു ഇൻഷുറൻസ് ഇല്ലാത്ത ആൾക്കും കൊടുക്കുകയാണ്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പദ്ധതിയാണ്. പക്ഷേ 7 ദിവസമേ കൊടുക്കുള്ളൂ. 24 മണിക്കൂറിനകത്ത് FIR കാണിക്കണം. കാരണം ആക്സിഡന്റ് തന്നെ ആണെന്ന് അറിയണമല്ലോ. ആ ആക്സിഡന്റ് പറ്റുന്ന ആളുകൾക്ക് 1.5 ലക്ഷം രൂപയുടെ ട്രീറ്റ്മെന്റ്. ഈ ഒരു പദ്ധതി എന്തുകൊണ്ടാണ് മുൻ ഗവൺമെന്റ് ചെയ്യാതിരുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മളത് തുടങ്ങി. നമ്മുടെ സെക്രട്ടറി നമ്മളോട് ജോയിൻ ചെയ്യാണ്. അത് 2-3 ആളുകളെ ആയിട്ടുള്ളൂ, പക്ഷെ വളരെ വേഗം വരും. ഇനി ആശുപത്രികളോട് ഞങ്ങൾ അവരെ സമീപിക്കുകയാണ്. അതിലൊരു ക്രിട്ടിക്കലായ പ്രശ്നം, ഈ ആശുപത്രിയിൽ ഒരാൾ 24 മണിക്കൂർ ഇതിനു വേണ്ടി ഇരിക്കണം, ഡെഡിക്കേറ്റഡ് ആയിട്ട്. ചില ദിവസം 5 ആക്സിഡന്റ് ഉണ്ടാവും, ചിലപ്പോൾ 2 ഉണ്ടാവും, ലൈക്ക് ദാറ്റ്. പക്ഷെ ആളവിടെ ഇരിക്കണം. ഇല്ല, ആ സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ ചെയ്തിട്ട് കാര്യമില്ല. 24 hours ചെയ്യണമല്ലോ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആളുകളെ നമ്മൾ മാൻ ചെയ്യും അവിടെ സ്പോട്ടിൽ. ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട് ചെയ്യും. അത് ആശുപത്രികളുമായി സഹകരിച്ചുകൊണ്ട് അവരുമായി ചോദിച്ച്, ഒരാൾ പോരല്ലോ, ഒരു ആശുപത്രിയിൽ ഒരാൾ പോരാ, 3 ആൾ മിനിമം 8 മണിക്കൂർ വേണം, പിന്നെ അവർക്ക് റെസ്റ്റ് വേണം. അങ്ങനെ അത് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻഡിച്ചറും നമുക്കിതിൽ നിന്ന് എടുക്കാവുന്നതാണ്.